പറയുന്ന ദിയയും അതുപോലെ തന്നെ ദിയയുടെ അച്ഛനായ കൃഷ്ണകുമാറും മീഡിയയുടെ മുന്നിൽ വന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർ അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ പോകുന്നവരല്ല. അവരുടെ കുടുംബത്തിൽ തന്നെ ഈ പറയുന്ന ജാതിയിൽ മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ ഈ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരെയും വളരെ സൗഹൃദപരമായിട്ടാണ്, അത് നമുക്ക് അറിയുന്ന പകൽ പോലെ നിൽക്കുന്ന ഒരു വിഷയമാണ്. കാരണം അത്തരം ഉണ്ടെങ്കിൽ അവരെ ഈ പറഞ്ഞ തൊഴിലിടത്ത് അവർക്ക് ജോലി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ഐഡന്റിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അവർക്ക് താല്പര്യമുള്ള മതസ്ഥർക്ക് മാത്രം ജോലി കൊടുത്താൽ മതിയല്ലോ. ഇവിടെ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു വാദം പൊളിയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി, വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി, മറ്റതിനേക്കാളും സീരിയസ്നെസ് ഇതിന് കൊടുക്കണം. കാരണം ഇവിടെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അത് ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ജാതീയ വിഷയങ്ങൾ കൂടി മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണെങ്കിൽ ഇതിന് ഒരു വിക്ടിം കാർഡായിട്ട് ഇവിടെയുള്ള മിക്ക ആളുകളും ഉപയോഗിക്കാറുണ്ട്. കാരണം അപ്പുറത്തെ സൈഡിന്റെ ഒരു കേസിന്റെ ഭാഗം കുറച്ച് സ്ട്രോങ് ആണെന്ന് ഫീൽ ചെയ്യുമ്പോൾ അവരെ കേസിനെ ഒന്ന് ദുർബലപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സൈഡിനെ ഒന്ന് വീക്ക് ആക്കാൻ വേണ്ടിയിട്ട്